ഹായ്, എല്ലാവർക്കും നമസ്കാരം. തിരക്ക് പിടിച്ച ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കിട്ടിയാൽ നിങ്ങളെല്ലാവരും നോക്കില്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ചെറുപ്പകാലം മുതൽ എൻ്റെ നാവിൻ തുമ്പിലുള്ള ഒരു രുചിയാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ചോറിന് വരെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കടലക്കറി. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. കടലക്കറി ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് കടല വേവിച്ചെടുക്കാം. ഇത് ഞാൻ 1 കപ്പ് കടല കഴുകി തലേദിവസം വെള്ളത്തിലിട്ടതാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് നിറക്കെ വെള്ളം ഒഴിക്കാം. നമുക്ക് ഒന്നും ചേർക്കണ്ട, ഉപ്പ് പൊടികളോ ഒന്നും ഇപ്പോൾ വേണ്ട. ഇത് തനിയെ ആദ്യം വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് തീ കുറച്ച് വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യും. കടല താളിക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസേ ഇതിന് ആവശ്യമുള്ളൂ. നമുക്കിത് എങ്ങനെയാണ് താളിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ കടല വെന്തിട്ടുണ്ടോ എന്ന് തുറന്നു നോക്കാം. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം ആവശ്യമായ, നമ്മൾ പലഹാരത്തിൻ്റെ കൂടെ കഴിക്കണതുകൊണ്ട് ഉപ്പ് അധികം ഇടരുത്. കറിയുടെയും പലഹാരത്തിൻ്റെയും ഉപ്പ് കൊണ്ട് ഉപ്പ് കൂടുതൽ തോന്നില്ല. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിത് വേറൊരു അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇവിടെ നമുക്ക് താളിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പൊടികൾ മൂക്കാൻ ആവശ്യമായ എണ്ണ ഇതിന് നമ്മൾ ഒഴിച്ചു കൊടുക്കും. വെളുത്തുള്ളിയും ഉള്ളിയും അരിഞ്ഞിടുകയോ ചതച്ചിടുകയോ ചെയ്യാം. ചതച്ചിട്ടാലും നല്ലതാണ്. വേണമെങ്കിൽ ഉള്ളി എല്ലാം കൂടി, പൊടികളെല്ലാം കൂടി ചതച്ചിട്ട് മൂപ്പിച്ച് ഇടുന്നതും ടേസ്റ്റാണ്. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പണ്ട് ഉരലൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഇട്ട് ഇടിച്ചൊക്കെ ചതച്ചെടുക്കുമായിരുന്നു. ഇപ്പോൾ ചെറിയ ഇതിനകത്ത് ഇടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ചൂടും. മൂത്തിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ, 1/2 ടീസ്പൂൺ. മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ, മസാലപ്പൊടി ഒരു സ്പൂൺ, ഒരു 1.5 സ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് മൂപ്പിച്ചോ. തീ കുറച്ചേ വയ്ക്കാവുള്ളൂ. എല്ലാം നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് റെഡി ആയിട്ടുണ്ട്.
ഇത്രയേ ഉള്ളൂ പണി, പെട്ടെന്ന് തീരും നമുക്ക്. നല്ല സ്വാദുണ്ട്. ഞാൻ വെറുതെ പറയണമല്ല കേട്ടോ, നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് കൂട്ടി നോക്കിയിട്ട് പറയണം. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഇച്ചിരി ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ മൂപ്പിച്ച് പൊടികൾ വിട്ട് വെന്ത കടലയിട്ട് എടുത്താൽ ഈ കറി റെഡിയാണ്. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് അത് കൂട്ടി കഴിക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, താങ്ക് യു, ബൈ.